ഗുഡ് മോർണിംഗ്. ഞാൻ കുറേ നാളായിട്ട് ആ വീഡിയോ ഇടാണ്ട് അതൊന്നല്ല സമയങ്ങൾ കിട്ടുന്നില്ല. ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ ഓരോ വഴിക്ക് പോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാനാണ് ഞാൻ വന്നിറങ്ങുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ചെറുനാരങ്ങ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുനാരങ്ങ നമ്മൾ കുപ്പിയിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കേടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി 20 ദിവസം 22 ദിവസം സാധനമാണ് ഇരുന്നിട്ടാ. പിന്നെ ഞാൻ ഇന്ന് വേറൊരു ട്രിക്കാണ്. ചെറുനാരങ്ങ തീരെ കേടാവാതിരിക്കുക. പിന്നെയും അത്രയും നാളെ നമുക്ക് നീണ്ടു നിൽക്കും. ഈ സാധനത്തിന് നീണ്ടല്ലോ നമ്മുടെ ഈ വെളിച്ചെണ്ണ ചെറുനാരങ്ങ ആക്കിയിട്ട് കുപ്പിയിലിട്ട് വയ്ക്കുക. ചെറുനാരങ്ങ ഇങ്ങനെ പുരട്ടിയിട്ട് അപ്പോൾ ആ സാധനം അങ്ങനെ ഫ്രഷായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ടിക്കൊന്ന് ചെയ്ത് നോക്കട്ടെ. പിന്നെ നമ്മുടെ അടുക്കളയിൽ ഇപ്പോൾ വൃത്തിയായില്ലേ, പെയിൻ്റ് അടിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രകാശമൊക്കെ വൃത്തിയായി കിട്ടിയില്ലേ. ഭയങ്കരമായിട്ട് കുറവായിരുന്നു. ആ പെയിൻറ്റിങ്ങിൻ്റെ തിരക്കും ഒക്കെ ആയിരുന്നു. ആ സമയം തൊട്ട് പിടിച്ചിട്ടുള്ള അങ്ങാണ്. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആഷ്ലിയുടെ വീട്ടിൽ കല്യാണമായിട്ട് പോയിരിക്കണം. വന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ കല്യാണമായിട്ട് അവിടെ വീട്ടിൽ പോയി. ബുധനാഴ്ച വീട്ടിൽ പോയിട്ടാണ് ഈ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വെളിച്ചെണ്ണ പുരട്ടി കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് വെള്ളത്തിലിടുന്നേക്കാളും ഫ്രഷായിട്ട് സാധനം കിട്ടും കേട്ടോ. വല്ലവരും ഒന്ന് ചെയ്ത് നോക്കിട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ മനസ്സിന് വേദനയും ചില കാര്യങ്ങളുണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. വേറെ ഒന്നുമല്ല, എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമല്ല. പക്ഷെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മളോട് ചെയ്യണ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും ക്രൂര മനുഷ്യരാവരുത്. മനുഷ്യർ എപ്പോഴും നമ്മൾ ഈ കയ്യകലത്തിൽ മനുഷ്യരെ നിർത്തുന്നത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയണം. മനുഷ്യർ എന്ന മാർഗം എളുപ്പമല്ല. മനുഷ്യന് താഴ്മയും എളിമയില്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയി പെറ്റിയിടുന്നാലും പള്ളിയിൽ പോയി എത്ര പ്രതിഷ്ഠ ഗുണമുണ്ട്. നന്ദി, എളിമ, താഴ്മ, സ്നേഹം, അത് ആദ്യം പഠിക്കും. സ്നേഹം എന്നത് ചിലയ്ക്കുന്ന ചെമ്പോ കൈത്താളമോ അല്ല. സ്നേഹിക്കണം നമ്മൾ, പ്രഹസനല്ല. അത് ഞാൻ പ്രത്യേകം മാത്രമേ ആയിരിക്കുന്നത് കൊണ്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബായ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണാം. എല്ലാവരും ശ്രദ്ധിക്കാം. സ്നേഹം എന്നത് വാക്കുകളിലല്ല, പ്രവൃത്തി ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് പറയുന്നത്. അതിന് തയ്യാറില്ലാത്തവരായിട്ട് ഒരിക്കലും കൂട്ടുകൂടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ട. ഓക്കെ, ബൈ. കേട്ടോ, അപ്പം ഞാനിതിൽ വെളിച്ചെണ്ണയൊക്കെ പറ്റി കേട്ടോ കാണിച്ചു തരാം. ഞങ്ങൾക്ക് വെളിച്ചെണ്ണ പറ്റിയിട്ടുള്ളൊരിത് കാണാമല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. ക്യാമറയിൽ വെളിച്ചെണ്ണ പറ്റിയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ച് ദിവസം സൂപ്പറായിട്ട് കിട്ടും. ഓക്കെ കേട്ടോ, അപ്പോൾ എല്ലാവർക്കും ബൈ.